അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 5th മൊഡ്യൂളായ പോളിമേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഭാഗം ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ 2-3 പോയിന്റ്സ് മനസ്സിലാക്കി വെക്കാവുന്ന 2-3-4 പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ പോളിമർ എന്ന വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത്. പോളിമർ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളി എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്, മെനി എന്നും, അതുപോലെ മെർ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം വരുന്നത് യൂണിറ്റ്സ് ഓർ പാർട്സ് ആണ്. അപ്പോൾ ആസ് എ ടോട്ടൽ പോളിമറിൻ്റെ മീനിങ് എന്തായി മാറും, മെനി യൂണിറ്റ്സ് അല്ലെങ്കിൽ മെനി പാർട്സ് എന്നുള്ള മീനിങ് ആണ്. അതായത് കുഞ്ഞു കുഞ്ഞു സ്മോൾ യൂണിറ്റ്സ് ജോയിൻ ടുഗദർ ടു ഫോം എ പോളിമർ. ചെറിയ ചെറിയ യൂണിറ്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു പോളിമർ കിട്ടുന്നത്. ഇതാണ് ഇവിടുന്ന് പഠിക്കാനുള്ള ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പോളിമറിനെ 2 രീതിയിൽ ക്ലാസിഫൈ, ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബയോളജിക്കൽ പോളിമറും അതുപോലെ നോൺ ബയോളജിക്കൽ പോളിമർ. ഇനി എന്താണ് ബയോളജിക്കൽ പോളിമർ? ബയോളജിക്കൽ പോളിമർ എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ ബേസിസ് ആയിട്ട് വരുന്നതിനെയാണ്, പോളിമേഴ്സിനെയാണ് നമ്മൾ ബയോളജിക്കൽ പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഫുഡിൽ, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളെ ഫുഡിലാണ് നമുക്ക് ബയോളജിക്കൽ പോളിമേഴ്സിനെ കാണാൻ പറ്റുന്നത്. ഇനി നോൺ ബയോളജിക്കൽ പോളിമേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, ഹ്യൂമൻ ലൈഫ്, മാൻകൈൻഡിൻ്റെ കൺവീനിയൻറ്റ് ലൈഫിന് വേണ്ടിയിട്ട് ഹ്യൂമൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പോളിമേഴ്സാണ് എന്തായിട്ട് വരുന്നത്, നോൺ ബയോളജിക്കൽ പോളിമേഴ്സ്. അത് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും, മാൻസിൻ്റെ ക്ലോത്തിങ്, ട്രാൻസ്പോർട്ടേഷൻസ്, യുടെൻസിൽ, ഷെൽട്ടർ, കമ്മ്യൂണിക്കേഷൻ, ഇവിടങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, നോൺ ബയോളജിക്കൽ പോളിമേഴ്സ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ പോളിമറിൻ്റെ ആസ് എ ടോട്ടൽ ഗ്രീക്ക് വേർഡ്, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതും. സെക്കൻഡ് പോയിന്റ് വരുന്നത് അതിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ, ബയോളജിക്കൽ പോളിമറും നോൺ ബയോളജിക്കൽ പോളിമർ. ഇനി ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സിന്തറ്റിക് പോളിമേഴ്സിനെ കുറിച്ചാണ്. സിന്തറ്റിക് പോളിമേഴ്സ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഒറിജിൻ ചെയ്ത ഒരു ബ്രാഞ്ചാണ്, പോളിമറിൻ്റെ ഒരു ന്യൂ ബ്രാഞ്ചാണ് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ലൈഫിൽ വളരെയധികം ചേഞ്ചസ് കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്, സിന്തറ്റിക് പോളിമേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ദിസ് ഈസ് നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് എന്ത്, സിന്തറ്റിക് പോളിമർ എന്ന് പറയുന്നത്. നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രേഡ് ചെയ്ത് പോവാതെ നമ്മുടെ എർത്തിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ അത് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ലിവിങ് ബീങ്സിനൊക്കെ അത് എന്തായിട്ട് മാറും, ഒരു ത്രെറ്റായിട്ട് മാറും. അപ്പോൾ ഇവർ എന്തായിട്ടാണ് നിൽക്കുന്നത്, പെർസിസ്റ്റൻറ്റ്, ഇറ്റ് വിൽ ബി എ പെർസിസ്റ്റൻറ്റ് പൊല്യൂട്ടൻറ്റ്. പൊല്യൂഷൻ മൊഡ്യൂള് പഠിച്ചവർക്ക് അറിയാം, പെർസിസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ഒരു പൊള്യൂട്ടൻ്റ് ആണ് എന്ത്, സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു റെസൊല്യൂഷൻ, ഒരു ചേഞ്ച് കൊണ്ടുവന്നു നമ്മളെ എൻവയോൺമെൻറ്റിൽ ഹാർംഫുൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് എന്ത് വരുന്നത്, ബയോ ഡീഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഈ ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിനെ കുറിച്ചും ഈ മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അതാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾ അറിയേണ്ട, ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ അറിയേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പോളിമറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. പോളിമർ എന്താണെന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് സ്മോൾ യൂണിറ്റ്സ് കൂടെ ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ മാസ്, കുറേ കുഞ്ഞു കുഞ്ഞു സബ്സ്റ്റൻസ് ജോയിൻ ചെയ്തിട്ട് ലാർജ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യും, അതിനെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വെരി ഹൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയാൻ പറ്റുക, പോളിമർ ഇസ് എ സബ്സ്റ്റൻസ് ഓഫ് എ ഹൈ മോളിക്കുലാർ മാസ്, വളരെയധികം കൂടുതൽ മോളിക്കുലാർ മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമർ. ഇനി എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്, ഈച്ച് മോളിക്യൂൾ ഓഫ് വിച്ച് ഈസ് ബിൽഡ് ബൈ ദ റെപ്പിറ്റേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ കെമിക്കൽ യൂണിറ്റ്സ്. കുറേ അധികം ലാർജ് സിമ്പിളായിട്ടുള്ള കെമിക്കൽ യൂണിറ്റ്സ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുണ്ടാവുക, ഒരു പോളിമർ ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മോണോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് സ്മോൾ കെമിക്കൽ യൂണിറ്റ്സ് അല്ല എന്നുണ്ടെങ്കിൽ മോണോമേഴ്സ്, റിപ്പീറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന വളരെയധികം ഹൈ മോളിക്കുലാർ മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോളിമർ എന്ന് വിളിക്കുന്നത്. ഇനി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്, സ്റ്റാർച്ച്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, അതുപോലെ എന്താണ്, പൊളിത്തീൻ,
ഇതൊക്കെയാണ് പോളിമേഴ്സിന് വരുന്ന എക്സാമ്പിൾസ്. ഇനി സെക്കൻഡ് ടേം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ പ്രോസസ് ബൈ വിച്ച് എ പോളിമർ ഈസ് ഫോംഡ്. കുറേ ലാർജ് മോണോമോ യൂണിറ്റ്സിൽ നിന്ന് ഒരു പോളിമർ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പോളിമർ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളിമറൈസേഷൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്തലീന് പോളിയെത്തീനായി മാറുന്ന എക്സാമ്പിളാണ്. അപ്പോൾ എത്തലീൻ എന്ന് പറയുകയാണെങ്കിൽ 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ എന്താണ്, ഡബിൾ ബോണ്ട്. അത് n നമ്പർ ഓഫ് എത്തലീൻ മോളിക്യൂൾസ് ഉണ്ട്. അത് ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റും അതുപോലെ പ്രഷറും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് 2 സൈഡിലും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോയിട്ട് നമുക്ക് എന്താ കിട്ടുക, പോളിത്തീൻ CH2 2 സൈഡിലും എക്സ്റ്റൻഷൻ വന്നിട്ട് n ടൈംസ്. ഇതാണ് എന്ത്, പോളിത്തീൻ എന്ന് പറയുന്ന പോളിമർ. ഇനി നെക്സ്റ്റ് വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വിനൈൽ ക്ലോറൈഡ് എന്തായി മാറുന്നുണ്ട്, പോളി വിനൈൽ ക്ലോറൈഡ് ആവുന്നുണ്ട്. അതുപോലെ എന്താണ്, പ്രൊപ്പലീൻ എന്തായി മാറുന്നുണ്ട്, പോളി പ്രൊപ്പലീൻ ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. 2 സൈഡിലും എക്സ്റ്റൻഷൻസും വന്നിട്ട് n ടൈംസ് ആയി മാറും. അങ്ങനെയാണ് നമുക്ക് ഓരോ പോളിമേഴ്സ് കിട്ടുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹെക്സാമെത്തിലീൻ ഡയമീൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. അതുപോലെ അഡിപ്പിക് ആസിഡ്, ഇവിടുന്ന് രണ്ടിടത്തുനിന്ന് എന്താണ്, ഒരു H2O മോളിക്യൂള് എലിമിനേറ്റ് ചെയ്ത് പോയി അവരുടെ ഇടയിൽ ബോണ്ട് ഫോം ചെയ്യും. അതാണ് എന്ത്, നൈലോൺ 6,6. അങ്ങനൊരു 4 എക്സാമ്പിൾസ് ഓഫ് പോളിമേഴ്സ് ആണ്. ഏതെങ്കിലും ഒരു 2 എക്സാമ്പിൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് ബേസിസ് ഓഫ് ദ ഒറിജിൻ, എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസിലാണ്. അപ്പോൾ അതിൽ 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്, നാച്ചുറൽ പോളിമേഴ്സും അതുപോലെ സിന്തറ്റിക് പോളിമേഴ്സ്. ഇനി നാച്ചുറൽ പോളിമർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എവിടെ നമുക്ക് കാണാൻ പറ്റുന്നവരെ, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ നേച്ചറിലാണ് നമുക്ക് അവരെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നാച്ചുറൽ ഒറിജിനുള്ള പോളിമേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാച്ചുറൽ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, ലിവിങ് സിസ്റ്റത്തിലാണ് നമുക്ക് നാച്ചുറൽ പോളിമേഴ്സിനെ കാണാൻ പറ്റുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് എന്ത്, സ്റ്റാർച്ചിലെ മോണോമർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ആൽഫ ഗ്ലൂക്കോസ് ആണ്. അതുപോലെ അടുത്ത എക്സാമ്പിളാണ് എന്ത്, സെല്ലുലോസ് വരുമ്പോൾ അതിൻ്റെ മോണോമർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ബീറ്റ ഗ്ലൂക്കോസ്. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിൻ്റെ മോണോമർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ആൽഫ അമിനോ ആസിഡ്സ് ആണ് അതിൻ്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ പോളിമേഴ്സ് പറഞ്ഞാൽ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻസ് ആണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്, സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മാൻ മെയ്ഡ് പോളിമേഴ്സിനെയാണ് നമ്മൾ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് പോളിത്തീൻ കഴിഞ്ഞ മുന്നേ പറഞ്ഞ എക്സാമ്പിൾ. പോളിത്തീൻ്റെ മോണോമർ യൂണിറ്റ് ഏതായിരിക്കും, എത്തലീൻ. അതുപോലെ PVC പോളി വിനൈൽ ക്ലോറൈഡ്, അതിൻ്റെ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് വിനൈൽ ക്ലോറൈഡും. പിന്നെ ടെർലീൻ എന്ന് പറയുന്ന ഒരു പോളിമറും അതിൻ്റെ മോണോമർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ടെറിഫ്താലിക് ആസിഡും എത്തലീൻ ഗ്ലൈക്കോളാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ബേസിസ് ഓഫ് ദ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ച് പോളിമേഴ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്, ലീനിയർ പോളിമേഴ്സ്, അതുപോലെ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സും ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. അപ്പോൾ ഈ ഡയഗ്രാം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ലീനിയർ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും, മോണോമേഴ്സ് എല്ലാം ജോയിൻ ചെയ്ത് ലോങ് ചെയിൻ ആയിരിക്കും അവർ ഫോം ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് ആ ലോങ് ചെയിന് വൺ എബോവ് ദി അതർ സ്റ്റാക്ക് ചെയ്തിട്ടാണ് നമുക്ക് മൊത്തമുള്ള ലീനിയർ പോളിമേഴ്സ് നമുക്ക് കിട്ടുന്നത്. ലോങ് ചെയിൻ ആയിരിക്കും വിച്ച് ആർ ദെൻ സ്റ്റാക്ഡ് വൺ ഓവർ ദ അതർ ടു ഫോം എ വെൽ പാക്ഡ് സ്ട്രക്ചർ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലീനിയർ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ലീനിയർ പോളിമേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ദേ വിൽ ഹാവ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഹൈ ഡെൻസിറ്റി പോളിത്തീനാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അതുപോലെ നൈലോണും എന്തിൻ്റെ എക്സാമ്പിളാണ്, ലീനിയർ പോളിമേഴ്സിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് എന്ത്, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ലീനിയർ ആയിട്ട് പോകുന്ന മോണോമർ യൂണിറ്റ്സ് ജോയിൻ ചെയ്ത
പോളിമറിൽ എന്ത് ഫോം ചെയ്യും, കുറേ ബ്രാഞ്ചസ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നതായിരിക്കും ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആയിരിക്കും. അതുപോലെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി പോളിത്തീനും, അതുപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ആണ് അതിന് വേറൊരു എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മോണോമർ യൂണിറ്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് സ്ട്രക്ചർ ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. അതിന് എക്സാമ്പിൾസ് വരുന്നത് ബെക്കലൈറ്റ്സ്, മെലാമിൻ, ഫോർമാൽഡിഹൈഡ്, റെസിൻസ് ഒക്കെയാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. അപ്പോൾ ഹൈലി നെറ്റ്വർക്ക് ടൈപ്പ് കണക്ഷൻസ് ആയതുകൊണ്ട് അവരെന്തായിരിക്കും, വളരെയധികം ഹാർഡ് ആൻഡ് റിജിഡ് പ്രോപ്പർട്ടീസ് ആണ് അവർ കാണിക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ പോളിമേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഫോർമേഷൻ. എങ്ങനെയാണ് പോളിമേഴ്സ് ഫോം ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെന്തും പറയാം, ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ ഏതൊക്കെയാണ്? അപ്പോൾ 2 ടൈപ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡീഷൻ പോളിമറൈസേഷനും സെക്കൻഡ് വന്ന് പറയുന്നത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഇനി അതിൽ ആദ്യത്തേത് അഡീഷൻ പോളിമറൈസേഷന് നമുക്ക് എന്തൊക്കെ പേര് വേറുണ്ട്, ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അതിൽ നിന്ന് ഫോം ചെയ്യുന്ന പോളിമേഴ്സിന് നമുക്ക് അഡീഷൻ പോളിമേഴ്സ്, അതുപോലെ ചെയിൻ ഗ്രോത്ത് പോളിമേഴ്സ് ഉള്ള നെയിമിൽ വിളിക്കാം. ഇനി എന്താണ് അഡീഷൻ പോളിമറൈസേഷൻ? അഡീഷൻ എന്നുള്ള വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോണോമർ യൂണിറ്റ്സ് എന്ത് ചെയ്യും, ജസ്റ്റ് ആഡ് ഓൺ ടു ഈച്ച് അതർ. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഓരോ മോണോമർ യൂണിറ്റ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് ഫോം ചെയ്യുന്ന പോളിമറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡീഷൻ പോളിമർ. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡീഷൻ പോളിമറൈസേഷൻ. ഇനി ഏതൊക്കെ കോമ്പൗണ്ട്സിലാണ് നമ്മൾ അഡീഷൻ പോളിമറൈസേഷൻ നമുക്ക് കാണാൻ പറ്റുക, മൾട്ടിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലൊക്കെയാണ് നമുക്ക് എപ്പോഴും അഡീഷൻ പോളിമറൈസേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി പറഞ്ഞു ഇതിന് വേറൊരു പേരുണ്ട്, ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ എന്നുള്ള നെയിമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നെയിം വന്നത്, ഒരു ചെയിൻ റിയാക്ഷൻ നടക്കുന്ന രീതിയിലാണ് എപ്പോഴും അഡീഷൻ പോളിമറൈസേഷൻ നടക്കുക. ഓരോ മോണോമേഴ്സും ഗ്രോയിങ് ചെയിനിക്ക് വളരെ റാപ്പിഡായിട്ട് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രോസസ്സിന് നമ്മൾ എന്ത് പേര് പറയുന്നത്, ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ എന്നുള്ള നെയിമിലും വിളിക്കുന്നത്. ഇനി ഇവിടെ ഒരു അഡീഷൻ പോളിമറൈസേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും. 3 ടൈപ്സ് ഓഫ് റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്സ് ആണ് പറയുന്നത്, ഫ്രീ റാഡിക്കൽസ്, കാർബോകാറ്റയോൺസ്, അതുപോലെ കാർബാനിയോൺസ്. ഈ 3 റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്സ് ആണ് അഡീഷൻ പോളിമറൈസേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തലീൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, പോളിത്തീനായിട്ട്. ഓരോ എത്തലീൻ മോളിക്യൂൾ ഒന്നിൽക്ക് ഇങ്ങനെ വന്ന് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു പോളിത്തീൻ പോളിമർ നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊപ്പലീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 കാർബൺസും ഒരു ഡബിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേ പോകും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പോളിപ്രൊപ്പലീൻ കിട്ടുന്നുണ്ട്. വേറൊരു എക്സാമ്പിളാണ് എന്ത്, സ്റ്റൈറീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ CH ഡബിൾ ബോണ്ട് CH2 വരുന്നതിനെയാണ് നമ്മൾ സ്റ്റൈറീൻ എന്ന് വിളിക്കുന്നത്. അതെന്തായിട്ട് വീണ്ടും ആ ഒരു സ്റ്റൈറീൻ വീണ്ടും ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പോളി സ്റ്റൈറീൻ കിട്ടുന്നത്. വേറൊരു എക്സാമ്പിളാണ് എന്ത്, വിനൈൽ ക്ലോറൈഡ് എന്തായിട്ട് മാറുന്നത്, PVC പോളി വിനൈൽ ക്ലോറൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും ഒരു അഡീഷൻ പോളിമറൈസേഷൻ ടെക്നിക്കിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അതിനെ നമുക്ക് എന്തും പറയാം, സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ എന്നുള്ള നെയിമിലും വിളിക്കാം. അതിൽ നിന്ന് കിട്ടുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കണ്ടൻസേഷൻ പോളിമേഴ്സ് അല്ല എന്നെങ്കിൽ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമേഴ്സ്. ഇനി എന്താണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്, 2 അതിൽ കൂടുതൽ മോണോമർ യൂണിറ്റ് എൻറ്റിറ്റീസ് വന്നിട്ട് കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു പോളിമർ കിട്ടും. അപ്പോൾ ഇവർ കണ്ടൻസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അവിടുന്ന് ചെറിയ സ്മോൾ മോളിക്യൂൾസ്, വാട്ടർ, HCl, NH3, CO2 എന്ന് പറയുന്ന പോലെയുള്ള ചെറിയ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്തിട്ടാണ് ആ മോണോമേഴ്സ് എന്ത് ചെയ്യുന്നത്, കണ്ടൻസ് ചെയ്യുന്നത്. അത്തരം പോളിമറൈസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന പോളിമറിനെ നമ്മൾ എന്ത് പേരിലാണ് അറിയുക, കണ്ടൻസേഷൻ പോളിമർ. ഇനി ഇത് കൂടാതെ ഇതിന് വേറൊരു പേരുണ്ട്, എന്താണ്, സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ. അപ്പോൾ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ പോളിമർ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് വെച്ചാൽ ഓരോ സ്റ്റെപ്പ് വൈസ് മാനറിലാണ് പോളിമർ ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഓരോ സ്റ്റെപ്പും എന്താണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ പോലെയാണ് ഓരോ സ്റ്റെപ്പും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ 2 മോളിക്യൂൾസ് കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടും, ഡൈമേഴ്സ് കിട്ടും. ഈ ഡൈമേഴ്സ് കുറേ ഡൈമേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഈ ഡൈമേഴ്സ് പിന്നെ കൂടി ചേർന്നിട്ട് നമുക്ക് എന്താണ്, ടെട്രാമേഴ്സ്. അങ്ങനെയാണ് അവർ
ലാർജ് എൻറ്റിറ്റി ആയിട്ട് പോളിമറായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവരിങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ടുള്ള H2O, HCl, NH3, CO2 എന്ന് പറയുന്ന സ്മോൾ മോളിക്യൂൾസ് എപ്പോഴും അവിടുന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എലിമിനേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും കൂടെ കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നൈലോൺ 6,6. അപ്പോൾ ഹെക്സാമെത്തിലീൻ ഡയമീൻ എന്ന് പറയുമ്പോൾ 6 മെത്തിലീൻ ഗ്രൂപ്പ് CH2 6 ടൈംസും 2 NH2 ഡയമീൻ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അത് അഡിപ്പിക് ആസിഡിൻ്റെ കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടുന്ന് ഒരു OH ഗ്രൂപ്പും ഈ NH2 ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പും കൂടെ ഒരു വാട്ടർ മോളിക്യൂൾ അവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് ബാക്കി ഗ്രൂപ്പിൻ്റെ ഇടയിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഈ OHും ഇതിൻ്റെ അടുത്ത് എന്തുണ്ടാവും? ഒരു ഹെക്സാ മെത്തലീൻ ഡയമീൻ ഗ്രൂപ്പ് ഉണ്ടാവും. അവിടുത്തെ ഹൈഡ്രജനും കൂടെ എലിമിനേറ്റ് ചെയ്ത് അവിടുന്ന് എന്താണ്? അവിടുന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോകും. അതാണ് ഈ രണ്ട് ഭാഗത്തേക്ക് എക്സ്റ്റെൻഷൻ കാണിച്ചിട്ടുള്ളത്. ഇനി വേറെ എക്സാമ്പിൾസ് ആണ് എന്ത്? ടെറലീൻ അല്ലെങ്കിൽ ഡാർക്കോണിൻ്റെ ഫോർമേഷൻ എന്തെന്നാണ്? ടെറിഫ്താലിക് ആസിഡിനും എത്തലീൻ ഗ്ലൈക്കോളിനുമാണ് ടെറലീൻ അല്ലെങ്കിൽ ഡാക്രോൺ എന്ന് പറയുന്ന പോളിമർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ആസിഡ് ഗ്രൂപ്പ് ഉണ്ട് COOH. അതിൻ്റെ അടുത്ത് എത്തലീൻ ഗ്ലൈക്കോളിലെ OH എന്ന് ഇവിടുന്ന് ഒരു ഹൈഡ്രജനും ഇവിടെ OHും കൂടെ എലിമിനേറ്റ് ചെയ്തിട്ട് ഇവർ തമ്മിൽ എന്ത് ഫോം ചെയ്യും? ഒരു ബോണ്ട് ഫോം ചെയ്യും. അതാണ് CO, പിന്നെ ഈ ഓക്സിജൻ CH2 CH2O. ഇനി ഇവിടുന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ ഒരു ടെറിഫ്താലിക് മോളിക്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഹൈഡ്രജനും ഇവിടുന്ന് ഒരു OH ഗ്രൂപ്പും കൂടെ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് വീണ്ടും അവർ തമ്മിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ബോണ്ട് ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഈ ഒരു ടെറിഫ്താലിക് ആസിഡിൻ്റെ ഈ ഒരു സൈഡിൽ എത്തലീൻ ഗ്ലൈക്കോൾ ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് എന്താണ്? ഒരു ഹൈഡ്രജനും OHും കൂടെ കൂടി ചേർന്നിട്ട് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് ഈ സൈഡിക്കും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് രണ്ട് സൈഡിക്കും എന്ത് കൊടുക്കണം? എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് N ടൈംസ് കൊടുക്കുക. അതാണ് എന്ത്? ടെറിലീൻ എന്ന് പറയുന്ന മോളിക്യൂള്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ആണെന്ത്? ഫാലിക് ആസിഡും എത്തലീൻ ഗ്ലൈക്കോൾ. ഇവിടെ അതുപോലെ തന്നെയാണ്. ഈ OHും ഇവിടുത്തെ ഒരു ഹൈഡ്രജനും കൂടെ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും. അതുപോലെ ഇവിടുത്തെ എൻഡിലുള്ള OHും വേറൊരു ഫാലിക് ആസിഡിൻ്റെ COHലെ OHും കൂടെ എലിമിനേറ്റ് ചെയ്തിട്ട് H2 എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് അവർ തമ്മിലും ബോണ്ട് ഫോം ചെയ്യും. അതുപോലെ ഇവിടെ ഒരു ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടുന്ന് OHും അതുപോലെ എത്തലീൻ ഗ്ലൈക്കോളിൽ ഒരു ഹൈഡ്രജനും കൂടെ കൂടി ചേർന്നിട്ട് ഇവിടുന്നും വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് അവർ തമ്മിൽ എന്താണ്? ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്ലിപ്താൽ എന്ന് പറയുന്ന ഒരു പോളിമർ നമുക്ക് കിട്ടുന്നത്. ഇത്രയാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് എന്തിൻ്റെ ബേസിൽ? മോളിക്കുലാർ ഫോഴ്സസിൻ്റെ ബേസിസിൽ. ഒരു പോളിമറിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക? അതിനകത്തുള്ള ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാവും ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സസ്? ഹൈഡ്രജൻ ബോണ്ടോ വാൻഡോവർ ഫോഴ്സൊക്കെ ആയിരിക്കും ഒരു പോളിമറിൻ്റെ അകത്തുള്ള ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമുക്ക് പോളിമേഴ്സിനെ ഇവിടെ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എലാസ്റ്റോമേഴ്സ്, ഫൈബർ, തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. ഇനി എന്താണ് ഒരു എലാസ്റ്റോമർ? എലാസ്റ്റോമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഒരു റബ്ബർ വെച്ചൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബർ വലിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അത്ര വീക്ക് ആയതുകൊണ്ടാണ് നമുക്കതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എലാസ്റ്റോമേഴ്സിൻ്റെ അകത്ത് എന്താണുള്ളത്? വീക്ക് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആണ് എലാസ്റ്റോമേഴ്സിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുക. വീക്ക് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആയിരിക്കും. അപ്പോൾ വീക്ക് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ വാണ്ടർവാൾ ഫോഴ്സസ് ആണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ അവരുടെ ഡിഗ്രി ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം ഹൈ ആയിരിക്കും. അവരെന്തായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും. സ്ട്രെച്ചബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അതുപോലെ എന്താണ്? ടഫ്നെസ്, നമുക്കതിനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ടഫ്നെസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ എന്താണ്? അവരുടെ സ്യൂട്ടബിൾ ഇൻ്റർവെൽസിൽ വെച്ചിട്ട് അവർക്ക് എന്താണ്? ഒരു പോളിമേഴ്സിൻ്റെ ഇടയിൽ ക്രോസ് ലിങ്ക്സ് നമുക്ക് കാണാൻ പറ്റും. ആ ക്രോസ് ലിങ്ക്സ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴും അതെന്താ? ബ്രേക്കായി പോവില്ല, അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്ത് പോവില്ല. അത് അതുപോലെ തന്നെ നമ്മൾ ആ സ്ട്രെച്ചിങ് ഫോഴ്സ് കളഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് പഴയ അതിൻ്റെ ഷേപ്പിലോട്ട് അത് തിരിച്ച് റിറ്റെയിൻ ചെയ്യും. അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റീറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് അത് റീറ്റെയിൻ ചെയ്യുന്നത്? അതിനിടയിൽ ഇൻ്റർവെല്ലിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോസ് ലിങ്ക്സ് നമുക്ക് സ്യൂട്ടബിൾ ഇൻ്റർവെൽസിൽ കാണാൻ പറ്റുന്നത് കൊണ്ടാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. എങ്ങനെയാണ് നമുക്ക് റബ്ബറിൽ ക്രോസ് ലിങ്ക്സ്
ചെയ്യാൻ പറ്റുക? ക്രോസ് ലിങ്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? വൾക്കനൈസേഷൻ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റബ്ബറിൽ വൾക്കനൈസ് ചെയ്യാൻ പറ്റുക? റബ്ബറിനെ സൾഫറിൽ, ഇൻ ദ പ്രസൻസ് ഓഫ് സൾഫറിൽ 110 to 140 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നാച്ചുറൽ റബ്ബറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ക്രോസ് ലിങ്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പോളിമർ ഓഫ് ഐസോപ്രീൻ. ഐസോപ്രീൻ്റെ പോളിമറാണ് എന്ത്? നാച്ചുറൽ റബ്ബർ. അതിനെ നമ്മൾ വൾക്കനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു ടിപ്പിക്കൽ എലാസ്റ്റോമറിനെ നമുക്ക് കിട്ടും. ഇനി വേറെ കുറച്ച് എക്സാമ്പിൾസും കൂടെ പറയുന്നത് എന്താണ്? ബ്യൂണ എസും ബ്യൂണ എൻ, നിയോപ്രീൻ എന്ന് പറയുന്ന എക്സാമ്പിൾസ് ആണ്. അല്ലെ ബ്യൂണ എസ് എന്ന് പറയുന്നത് എന്താണ്? സിന്തറ്റിക് റബ്ബറിനെയാണ് നമ്മൾ ബ്യൂണ എസ് എന്ന് വിളിക്കുന്നത്. അത് എന്തിൻ്റെയാണ്? രണ്ട് മോണോമേഴ്സ് ഏതൊക്കെയാണ്? ബ്യൂട്ട 1,3 ഡൈനും സ്റ്റൈറീനും കോപോളിമറൈസേഷൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബ്യൂണ എസ് കിട്ടുന്നത്. വേറെ എലാസ്റ്റോമേഴ്സിന് എക്സാമ്പിളാണ് എന്ത്? ബ്യൂണ എന്നും നിയോപ്രീനും. ഇനി നെക്സ്റ്റ് വണ്ണാണ് എന്ത്? ഫൈബേഴ്സ്. ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അതർ എക്സ്ട്രീം എന്താണ്? അപ്പോൾ ഇവരുടെ എന്തായിരിക്കും? ഹൈലി ക്ലോസ്ഡ് പാക്ഡ് ആയിട്ടുള്ള പോളിമർ ചെയിൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതുപോലെ എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആയിരിക്കും നമുക്ക് അതിൽ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഫോഴ്സസ് ഏതൊക്കെയാവും? ഹൈഡ്രജൻ ബോൺസ് ആവാം. അല്ല എന്നുണ്ടെങ്കിൽ ഡൈപോൾ ഇൻട്രാക്ഷൻസ് ആയിരിക്കും അതിൽ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവരുടെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ദേ വിൽ ബി ടഫ്. അതുപോലെ എന്താണ്? സ്റ്റിഫ് ആയിരിക്കും. അബ്രാഷൻ റെസിസ്റ്റൻറ്റ്, അതായത് വിയർ ആൻഡ് ടിയർ, പെട്ടെന്ന് ടിയേഴ്സ് ഒന്നും സംഭവിക്കാതെ അതിന് റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനുള്ള പവർ ആർക്കുണ്ടാവും? ഫൈബേഴ്സിനുണ്ടാവും. അതുപോലെ അവരെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യില്ല? ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ ചേഞ്ച് ചെയ്യാതെ റീറ്റെയിൻ ചെയ്ത് നിർത്താനുള്ള കഴിവ് ആർക്കുണ്ട്? ഫൈബേഴ്സിനുണ്ടാവും. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? നൈലോൺ 6ഉം ടെറിലീനൊക്കെയാണ് ഫൈബേഴ്സിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? തെർമോപ്ലാസ്റ്റിക്. തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ഫൈബേഴ്സിൻ്റെയും എലാസ്റ്റോമേഴ്സിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അവരുടെ എന്താണ്? ഇവർക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യും? സോഫ്റ്റ് ആയിട്ട് വരും. അതുപോലെ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ വീണ്ടും എന്തായിട്ട് മാറും? റിജിഡായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റിംഗ് കൂളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് നമ്പർ ഓഫ് ടൈംസ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസിനൊന്നും മാറ്റാതെ നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? മോൾഡ് ചെയ്യാൻ പറ്റും. വീണ്ടും ഹീറ്റിങ്ങും കൂളിങ്ങും ചെയ്താൽ നമുക്ക് അതിനെന്ത് ചെയ്തെടുക്കാൻ പറ്റും? റീമോൾഡിങ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താ? ഇവരുടെ ഇടയിൽ നമുക്കൊരിക്കലും എന്ത് കാണാൻ പറ്റുന്നില്ല? ക്രോസ് ലിങ്കിങ്. ചെയിൻസിൻ്റെ ഇടയിൽ ഒരിക്കലും നമുക്ക് ക്രോസ് ലിങ്കിങ്സ് കാണാൻ പറ്റില്ല. പിന്നെ മോളിക്കുലർ ഫോഴ്സസിൻ്റെ എങ്ങനത്തെ ആയിരിക്കും ഉണ്ടാവുക? ഫൈബേഴ്സിൻ്റെയും എലാസ്റ്റോമേഴ്സിൻ്റെയും ഇടയിലുള്ള ഒരു മോളിക്കുലർ ഫോഴ്സസ് ആണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? തെർമോപ്ലാസ്റ്റിക്സിൽ കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾസ് വരുന്നതാണ് എന്ത്? പോളിത്തീൻ, PVC, അതുപോലെ ടെഫ്ലോൺ. ഈ 3 എക്സാമ്പിൾസ് ആണ് ഇതിൽ വരുന്നത്? തെർമോപ്ലാസ്റ്റിക്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് എന്ത്? തെർമോ സെറ്റിംഗ് പോളിമേഴ്സ്. തെർമോ സെറ്റിംഗ് പോളിമേഴ്സ് ആ വേർഡ് തന്നെ സെറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ? ഒരു പെർട്ടിക്കുലർ കണ്ടെയ്നർ ഉണ്ടാവും. മോൾഡ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ കണ്ടെയ്നറിൽ നമ്മളതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അതൊരു പെർമനൻറ്റ് ചേഞ്ച് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോകും. അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? പഴയ രൂപത്തിൽ മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മോൾഡിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പെർമനൻറ്റ് ചേഞ്ച് നടന്ന് നമുക്ക് ഹാർഡായിട്ടുള്ള, പിന്നെ ഒരിക്കലും മെൽറ്റ് ചെയ്യാൻ പറ്റാത്ത, ഇൻഫ്യൂസിബിൾ ആയിട്ടുള്ള ഒരു ഇൻസുലബിൾ പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുക. വൺസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഹൈലി ക്രോസ് ലിങ്ക്. ഇതിനകത്ത് ക്രോസ് ലിങ്ക്സ് വളരെയധികം കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യും. പെർമനൻറ്റ് റിജിഡിറ്റി അവരെന്ത് അറ്റൈൻ ചെയ്യും? പെർമനൻറ്റ് റിജിഡിറ്റി അറ്റൈൻ ചെയ്യും. അതുപോലെ ഒരിക്കൽ നമ്മൾ ഹീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? റീമോൾഡ് ചെയ്ത് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. വൺ ടൈം മാത്രമേ നമുക്ക് അതിനെ ഹീറ്റ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഷേപ്പിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരിക്കലും നമുക്കതിനെ പാസ്റ്റ് ഫോമിക്ക് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്? ബെക്കലൈറ്റ്, യൂറിയ ഫോർമാൽഡിഹൈഡ് പോളിമേഴ്സ്, മെലാമിൻ ഫോർമാൽഡിഹൈഡ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഈ തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഹീറ്റ് ചെയ്യുക, കൂൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻറ്റർ കൺവേർട്ട് ചെയ്ത് റീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അവരുടെ ഇടയിൽ എന്ത് പ്രസൻ്റ് ആവില്ല? ക്രോസ് ലിങ്ക്സ് അവരുടെ ഇടയിൽ ഒരിക്കലും ഉണ്ടാവില്ല. അവരുടെ ഫോഴ്സ് എന്ന് പറയുന്നത് എലാസ്റ്റോമേഴ്സിൻ്റെയും ഫൈബേഴ്സിൻ്റെയും ഇടയിലായിരിക്കും. തെർമോ സെറ്റിംഗ് ആവുന്ന സമയത്ത് ഒരു വൺ ടൈം മാത്രമേ നമുക്ക് ഹീറ്റ് ചെയ്ത് പെർട്ടിക്കുലർ ഒരു ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കതിനെ അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് ഒരിക്കലും
കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, പെർമനൻറ്റ് റിജിഡായിട്ട് അവർ മാറും. പിന്നെ അവരുടെ ഇടയിൽ എന്താണ്, നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഹൈലി ക്രോസ് ലിങ്കേജസ് അതിനകത്ത് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്.